നമ്മൾ ലാലേട്ടൻ തങ്കവേലി സമർപ്പിച്ച അമ്പലം ഏതാണെന്നറിയോ? അടിപൊളി വ്യൂസ് ആണ് ഗൈസ്. നിങ്ങൾ എന്തായാലും വരണം. അടിപൊളി, നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അമ്പലവും അതേപോലുള്ള സ്ഥലങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വെളുപ്പിന് 5:10 കൊല്ലത്ത് നിന്ന് എടുക്കുന്ന KSRTC തെങ്കാശി ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തെങ്കാശി എത്താറായപ്പോഴത്തേന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ ഒക്കെ അടിപൊളിയായിരുന്നു. ആ സ്ഥലങ്ങളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ലായിരുന്നു. ആ തരത്തിലുള്ള മനോഹാരിതയായിരുന്നു മൊത്തം സ്ഥലങ്ങളും. അതിനുശേഷം ഞങ്ങൾ ചെങ്കോട്ടയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെങ്കോട്ടയിൽ നമ്മൾ തിരുമലക്കോവിലോട്ട് പോകുന്ന ബസ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒരു അരമണിക്കൂർ നമ്മളവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അങ്ങോട്ടേക്കുള്ള ബസ് വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ടിക്കറ്റിന് പൈസ വേണ്ട. ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. ബോയ്സിനും പൈസയുണ്ട്. 10 രൂപയായിരുന്നു അവർക്ക്. അങ്ങനെ 20 രൂപ മാത്രമേ നമുക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തിരുമലക്കോവിലിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ് നിർത്തിയെടുത്തുനിന്ന് നമുക്ക് അമ്പലം വരെ കുറച്ചൊന്ന് നടക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് നടന്നു പോകാം എന്നൊരു ആശയം വന്നെങ്കിലും പിന്നെ എല്ലാവർക്കും അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ബസ്സിൽ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. 640 സ്റ്റെപ്പ് ഉണ്ട്. ആലോചിക്കാം. അങ്ങനെ അവിടുന്ന് ആശ്രയിച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പൂവെല്ലാം വാങ്ങിച്ചത് അവിടെ നിന്നുള്ള ടിക്കറ്റിന് 10 രൂപയായിരുന്നു. ഞങ്ങൾ അങ്ങനെ 5 പേർക്ക് കൂടെ 50 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. താഴെ നിന്ന് മുകളിലത്തെ ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളായിരുന്നു. പക്ഷേ ആ പോകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ നിങ്ങളത് പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ പോയത് അനുഭവിക്കണം. മേഘങ്ങളൊക്കെ നമ്മൾ അടുത്ത് കണ്ടറിയുന്ന പോലെ ഒരു ഫീലായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ 4 പേരും കൂടി ബാക്കിലാണ് ഇരുന്നത്. ആ ഒരു ഫീലും വൈബും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്ന ആ അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ വന്ന ഒരുപാട് വണ്ടികളെല്ലാം അങ്ങനെ അടുത്തടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ താഴെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറുവാണ്. ഞങ്ങൾ കയറുന്ന വഴിക്ക് നോക്കി ക്ലോക്ക് റൂം എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം എല്ലാവരുടെയും കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കാണാത്തയാണോ അത് അവിടെ ഇല്ലാത്തയാണോ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിരുന്നു ബാഗിൻ്റെ ലഗേജ് കൊണ്ടുപോകാനായിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. അതേപോലെ നല്ല തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചത്രയില്ല. കാരണം ഞങ്ങൾ പോയൊരു ഞായറാഴ്ച ആയിരുന്നു. അത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഓണത്തിൻ്റെ സമയമായിരുന്നു. പക്ഷേ എന്തായാലും അത്രയ്ക്കുള്ള പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അമ്പലത്തിൽ ഫോൺ അലോഡല്ല അകത്തേക്ക്. അങ്ങനെ നമ്മൾ അകത്തെ ഒന്നും വിഷ്വൽസ് എടുത്തില്ല. അതിനുശേഷം നേരെ അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. എടുത്തു പറയേണ്ട അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റും അതേപോലെ നല്ല അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ബസ് കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറുക്കുവഴിയൊക്കെ കയറിയിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഗൈസ്. ചൂട് ക്ഷീണമായിരുന്നു. വിശക്കുന്നാടാ? ചോറില്ലല്ലേ? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഗൈസ് ഞങ്ങളെല്ലാവരും കൂടി. നിനക്ക് വിശക്കുന്നാടാ? ഗൈസ് ആ നോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തോരം വിശപ്പാന്ന്. 270 രൂപ. ഞങ്ങൾ 2 സ്വിഗ്ഗിയിൽ നോക്കുന്നു ഗൈസ്. വിശക്കുന്ന ഹേ നന്മ മരം. ട്രെയിൻ ഞങ്ങൾക്ക് വൈകിട്ടേ ഉണ്ടായിരുന്നുള്ളത് ഗൈസ്. അപ്പോൾ അതുവരെ ഞങ്ങൾ നല്ല പോസ്റ്റായിരുന്നു. പോസ്റ്റിനുപരി ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വരുന്നവർക്ക് ഒരു ഹോട്ടൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരു കൊച്ചു വന്ന് പ്രണവിൻ്റെ അടുത്ത് ഡേയ്സ് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചാൽ അവൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അപ്പോഴത്തേന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ട്രെയിനിലേക്ക് കയറി. അത്യാവശ്യം ട്രെയിൻ നല്ല ഡിലേ ആയിരുന്നു ഗൈസ്. ഞങ്ങൾ 100 വട്ടം തിരിച്ച് ബസ്സിൽ പോയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിൻ എല്ലായിടത്തും പിടിച്ചിട്ടിട്ടായിരുന്നു വരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീടെത്തിയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി വീട്ടിലേക്ക് പോകാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മൾ തിരുമലക്കോവിൽ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.